ഹലോ, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് യെല്ലോ തീമിലുള്ള ജേണലായിട്ടാണ്. യെല്ലോ തീം സെലക്ട് ചെയ്തപ്പോൾ തന്നെ ആദ്യം മൈൻഡിൽ വന്നത് സൺഫ്ലവർ ആണ്. പിന്നെ തോന്നി ഫെയറി തീമിൽ ചെയ്യാമെന്ന്. ലാസ്റ്റ് ഇത് രണ്ടും കൂടി ചേർന്നിട്ടാണ് ഈ ജേണൽ ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് തന്നെ ഞാൻ ഇതിന് ഒരു യെല്ലോ വൈറ്റ് തീമിലുള്ള ഒരു പേപ്പർ വെച്ചിട്ടാണ് ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യുന്നത്. ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള എല്ലാ ഐറ്റംസ്, അതായത് പേപ്പർ കട്ട്സ്, സ്റ്റിക്കേഴ്സ് എല്ലാം എനിക്കിഷ്ടപ്പെട്ട ഫോട്ടോസ് പ്രിൻ്റ് ചെയ്തെടുത്തതാണ്. എനിക്ക് തോന്നിയ എല്ലാ ഫോട്ടോസും പ്രിൻ്റ് എടുത്തുകൊണ്ട് തന്നെ ടോട്ടലി കൺഫ്യൂഷനാണ് ഏത് വെക്കണം ഏത് ഒഴിവാക്കണം എന്നുള്ളത്. എല്ലാം കാണാൻ നല്ല ക്യൂട്ടായിട്ടുണ്ട്. എല്ലാം വെച്ച് നോക്കിയിട്ട് ഏകദേശം കുറച്ചെണ്ണം കൺഫേം ആക്കി വെച്ചിട്ടുണ്ട് ഞാൻ. അപ്പം നമുക്ക് ഒട്ടിച്ചു തുടങ്ങാം. അടുത്ത ജേണൽ ഏത് തീമിൽ ചെയ്യണം അല്ലെങ്കിൽ ഏത് കളറിൽ ചെയ്യണമെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നിങ്ങൾ പറയുന്ന തീമിലോ അല്ലെങ്കിൽ കളറിലോ ആയിരിക്കും അടുത്ത ജേണൽ ഞാൻ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ഫസ്റ്റ് പേജ് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പിന്നെ കുറച്ച് എഴുത്തുകുത്ത് പരിപാടികളൊക്കെ ഉണ്ട്. അത് നമുക്ക് ലാസ്റ്റ് ചെയ്യാം. ജസ്റ്റ് വാഷി ടേപ്പ് പോലത്തെ ഒരു ഷീറ്റ് ഞാൻ പ്രിൻ്റ് എടുത്തിരുന്നു. അത് വെച്ച് നോക്കിയപ്പോൾ ഭംഗിയുണ്ട്, എന്നാലും എന്തോ എക്സ്ട്രാ ഫിറ്റിങ്സ് പോലെ തോന്നിയപ്പോൾ അതെടുത്ത് ഒഴിവാക്കിയിട്ടുണ്ട്. നമുക്ക് നെക്സ്റ്റ് പേജ് ചെയ്യാം. അതും ഏകദേശം യെല്ലോ തീമിൽ തന്നെയാണ് ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിലേക്കും ഞാൻ കുറച്ച് സ്റ്റിക്കേഴ്സൊക്കെ നോക്കി വെക്കുന്നുണ്ട്. ഇതിൽ ഫെയറി, അതിനെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. കാണാൻ നല്ല ക്യൂട്ടല്ലേ. ഇതുപോലെയുള്ള ജേണൽ ഐറ്റംസ് നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ്. അപ്പോൾ ആവശ്യമുള്ളവർ നമ്മൾ കോൺടാക്ട് ചെയ്താൽ മതി. എഴുതാനുള്ള മടിക്ക് ഓൾറെഡി എഴുതിയൊരു ചെറിയ കോഡ്സ് ഞാൻ പ്രിൻ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതും ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നെപ്പോലെ എഴുതാൻ മടിയുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക.
എനിക്ക് ജേണൽ ചെയ്യുമ്പോൾ എഴുതുന്നതിനേക്കാൾ ഏറ്റവും ഇഷ്ടം ഒരു തീം സെറ്റ് ചെയ്യാന്നുള്ളതാണ്. ആ തീം സെറ്റ് ചെയ്ത് കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയല്ലേ. എഴുതുന്നതും രസമാണ്, പക്ഷെ എനിക്ക് അത്ര ഇഷ്ടമല്ല. ജസ്റ്റ് ഒരു ചെറിയ കോഡ്സ് ഒക്കെ എഴുതി നമ്മളെ ജേണൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഫൈനൽ എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.